കർത്താവിന് മഹത്വം, നിങ്ങൾക്ക് വന്ദനം. നമുക്ക് ഏറ്റവും പ്രസിദ്ധമായ ഒരു ഉപമയാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ 10 കന്യകമാരുടെ ഉപമ. ഈ ഉപമ കേൾക്കാത്തവരും അതിന്റെ വിശദീകരണം അറിയാത്തവരുമായ ആളുകൾ തുലോം ചുരുക്കമാണ് ക്രൈസ്തവ സമൂഹത്തിൽ. പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റൽ ബ്രദറൻ ഇവാഞ്ചലിക്കൽ കരിസ്മാറ്റിക് മൂവ്മെന്റ്സിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവെന്ന വിഷയവുമായി അനുബന്ധിച്ച് പ്രസംഗിക്കപ്പെടുന്ന ഒരു ഉപമകളിൽ ഒന്നാണ് മത്തായിയുടെ സുവിശേഷം 25-ന്റെ 1 മുതലുള്ള ഭാഗം. ഇത് നിങ്ങൾ പലരും പല നിലയിൽ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകാതെ 1989 മുതൽ ഞാനിത് കേൾക്കുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു 10-35 വർഷങ്ങളായിട്ട് ഐ വാസ് വെരി മച്ച് അവെയർ ഓഫ് ദിസ് പാരബിൾ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഇതിന്റെ ട്രൂ മീനിങ് എന്ന് പറയാൻ വരുന്നതിന് മുമ്പ്, വൈ പാരബിൾസ്, എന്തുകൊണ്ട് പാരബിൾ? അതിന് മനസ്സിലാക്കാൻ നമ്മൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് പോകണം. ഞാൻ പെട്ടെന്ന് ഈ സബ്ജക്റ്റിലേക്ക് കയറുന്നത് മറ്റൊരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. 10 ഉപമ, 10 കന്യകമാരുടെ ഉപമ, ബുദ്ധിയുള്ള 10 കന്യകമാരുടെ ഉപമ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടും നിങ്ങൾ കേട്ടിട്ടില്ലാത്തത് പറയാനല്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ഈ വേദപുസ്തകം എന്ത് പറയുന്നു അത് പറയാനാണ്. എൻ്റെ തോട്ട്സ് പറയാൻ കൂടെ അല്ല നിൽക്കുന്നത്. എനിക്കും അങ്ങനെ പ്രത്യേകിച്ച് തോട്ട്സ് ഒന്നും ഇല്ല. ഇപ്പൊ വേദപുസ്തകം എടുക്കുമ്പോൾ എൻ്റെ ചിന്ത, എൻ്റെ ആശയം, എനിക്ക് തോന്നിയതോ എൻ്റെ ഇഷ്ടമോ, എനിക്ക് എൻ്റെ പ്രാർത്ഥനാമുറിയിൽ ദൈവം, ഇതൊന്നുമല്ല. എൻ്റെ പ്രാർത്ഥനാമുറിയിൽ ദൈവം വെളിപ്പെടുത്തിയൊന്നുമല്ല. ഇത് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കിയ സത്യം, വേദപുസ്തകത്തിലെ സത്യം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കാൻ പോകാതിരിക്കുന്നേ നല്ലത്. അപ്പം എൻ്റെ പ്രാർത്ഥനാമുറി വെളിപ്പെട്ടതോ ഞാൻ ഉപവസിച്ചിരുന്നപ്പോൾ ദൈവദൂതം വന്ന് പറഞ്ഞതോ ഒന്നുമല്ല. വേദപുസ്തകത്തിൽ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്, ആ ഉപമയെക്കുറിച്ച് പറഞ്ഞത്, അത് പറയാനാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് എൻ്റെ തോട്ട്സ് അല്ല. നിങ്ങൾ വേദപുസ്തകത്തെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ബറോവക്കാരെ പോലെ നിങ്ങൾ അതങ്ങനെ തന്നെയോ എന്ന് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്തിനാണ് യേശു ഉപമ പറഞ്ഞത്? ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്തിനാണ് ഉപമകളായിട്ട് സംസാരിക്കുന്നത് ചോദിച്ചപ്പോൾ അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അതായത് മർമ്മങ്ങൾ അറിയാൻ വരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, അവർക്ക് ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനോടോ അവനുള്ളത് കൂടെ എടുത്തു കളയും. അപ്പം ഇത് യേശുക്രിസ്തു പറയാം. എന്തുകൊണ്ടാണ് ഞാൻ ഉപമ പറയുന്നത് ചോദിച്ചാൽ, നിങ്ങൾക്ക് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കാനുള്ള വരം ലഭിച്ചിട്ടുണ്ട്, അവർക്ക് ലഭിച്ചിട്ടില്ല. അപ്പം ഞാൻ ഉപമ നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് അത് ഗ്രഹിക്കാനുള്ള കൃപയുണ്ട്. പക്ഷെ അവർക്കത് വരം ലഭിക്കാത്തത് കൊണ്ട് ഞാൻ ഉപമ സംസാരിച്ചാൽ അവർക്കത് മനസ്സിലാകത്തില്ല. നമ്മൾ ഇത്രയും നാൾ കേട്ടിട്ടുള്ളത് എന്തുവാ? യേശു ക്രിസ്തു എന്ത് സിമ്പിളായിട്ടാണ് ബൈബിൾ പ്രസംഗിച്ചെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? അവൻ ഓരോ ഉപമകളിലൂടെ സംസാരിക്കുകയായിരുന്നു, കഥകളിലൂടെ സംസാരിക്കുകയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, യേശു ഉപമകളിലൂടെ സംസാരിച്ചത് അവർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ നമ്മുടെ ആധുനിക ലോകത്തെ നമ്മുടെ ചിന്തയിലത് യേശു എന്ത് സിമ്പിളായിട്ടാണ് പ്രസംഗിച്ചത്. യേശു സിമ്പിളായിട്ടല്ല പ്രസംഗിച്ചത്. യേശു ഈ പറയുന്നവർ കേട്ടിട്ടും അതുകൊണ്ടാണ് താഴെ എഴുതിയിരിക്കുന്നു 14-ാം വാക്യം, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 14-ാം വാക്യം, നിങ്ങൾ ചെവിയിൽ കേൾക്കും ഗ്രഹിക്കില്ലതാനും, കണ്ണാൽ കാണും ദർശിക്കയില്ലതാനും, ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു, അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ. എന്തുകൊണ്ട് ഉപമ പറഞ്ഞത്? ഇവന്മാർ കേട്ടാലും ഗ്രഹിക്കരുത്, കണ്ടാലും കാണരുത്. ഇവന്മാരുടെ മുമ്പിൽ വന്നാലും ഇവർ കാണാൻ പാടില്ല, ഇവർക്ക് ഗ്രഹിക്കാൻ പാടില്ല, ഇവന്മാർക്ക് ഒരു കാലത്തും സൗഖ്യം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ മത്സരഗ്രഹത്തോടുള്ള ദൈവത്തിന്റെ കർശനമായ ഒരു ന്യായവിധിയുടെ സന്ദേശമായിരുന്നു ഉപമകൾ. സോ ഉപമകളുടെ പ്രത്യേകത, ഞാൻ ഒരു കാര്യം പറയാം, ഇതെല്ലാം കൂടെ വിശദീകരിക്കാൻ പോയാൽ ഓരോ സബ്ജക്റ്റും മണിക്കൂറുകൾ നമ്മൾ പറയണം. അത് ഭയങ്കര ബോറായതുകൊണ്ട്, ബോറല്ല, നമുക്കിപ്പം വേദവസം കേൾക്കുന്നതന്നെ ബോറാ, അത് വേറെ കാര്യം. എങ്കിലും അത്യാവശ്യം വേദവസം അറിയേണ്ട കുറച്ച് ആളുകളുണ്ട് ഈ ലോകത്ത്. അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ദയവായിട്ടത് നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്കിത്, പ്രിയപ്പെട്ടവർ, ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്കിത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം കേട്ടാൽ കേട്ടോ. നിങ്ങൾ ഇതുവരെ വേദവസത്തിനകത്ത് പലതും കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താണ് ഉപമെന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കണ്ടാൽ മതി. അല്ലെങ്കിൽ ദയവായിട്ട് നിങ്ങൾ പെട്ടെന്ന് ഇത് സ്കിപ്പ് ചെയ്ത് പോവുക. നല്ല കട്ടൻ കാപ്പിയെ കുടിച്ച്, മഴക്കാലമാണ്, ഹാപ്പി ആയിട്ടിരിക്കുക. പറ്റുമെങ്കിൽ നല്ല നമ്മുടെ നാട്ടിലെ എന്ത് പറയുന്നത്, ഉപ്പേരിക്കപ്പ കിട്ടും. ഉപ്പേരി എന്ന് പറഞ്ഞാൽ മനസ്സിലായ ഉപ്പേരിക്കപ്പ, കപ്പയൊക്കെ ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുക. അപ്പൊ എന്തിനാണ് ഇത് എന്ന് പറയാൻ? യേശുക്രിസ്തു ഈ വാക്യം അവർ കേട്ടിട്ടും ഗ്രഹിക്കാതെയും കണ്ടിട്ട് കാണാതെയും ഇരിക്കേണ്ടതിന് ആ വാക്യം എവിടുന്ന് എടുത്തറിയുമോ? ഈസ് ഫ്രം ഐസിയ ചാപ്റ്റർ 6 വേഴ്സ് 10. ഈ ജനം കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഇരിക്കാതെയും മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെയും ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയത്തെ
തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണടച്ചിരിക്കുകയും ചെയ്തു. കർത്താവ് എത്രത്തോളം എന്ന് ഞാൻ ചോദിച്ചു. അപ്പം യേശു ഇവിടെ ഈ വാക്യമാണ് യേശു ഉദ്ധരിച്ചത്. അപ്പം ഇവിടെ യെശയ്യാ പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുക, കർത്താവെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ ഇവന്മാരുടെ കണ്ണ് എത്ര നാൾ കുരുടായിട്ടിരിക്കും, ഇവന്മാരുടെ ചെവി എത്ര നാൾ മന്ദമായിട്ടിരിക്കും, എത്ര നാൾ ഇവന്മാർ ഗ്രഹിക്കാതിരിക്കും, എത്ര നാൾ ഇവരെ സൗഖ്യമാകാതിരിക്കേണ്ടതിന് ഇവര് ചെവി അടച്ചു കളയും എന്ന് ചോദിക്കുക. കർത്താവ് എത്രത്തോളം എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, പട്ടണങ്ങൾ നിവാസികളില്ലാതെയും, ശ്രദ്ധിച്ചു കേൾക്കണം പ്രിയപ്പെട്ടവരെ, എല്ലാ വചനങ്ങളും എടുക്കുമ്പോൾ യു ഷുഡ് ടേക്ക് ദ കോണ്ടെക്സ്റ്റ്, പ്രീ ടെക്സ്റ്റ്, പോസ്റ്റ് ടെക്സ്റ്റ്, എല്ലാം കൾച്ചറൽ മീനിങ് എടുക്കണം. മുമ്പുള്ള വചനം, പിൻപുള്ള വചനം, കോണ്ടെക്സ്റ്റ് എല്ലാം മനസ്സിലാക്കി വേണം നിങ്ങൾ വേദോസത്തെ വായിക്കാൻ. അല്ലാതെ മാങ്ങ പറിക്കുന്ന പോലെ അവിടുന്ന് ഒരു മാങ്ങ, ഇപ്പുറത്തൊരു മാങ്ങ, അപ്പുറത്തെ കൊമ്പേന്ന് ഒരു മാങ്ങ, ഇപ്പുറത്തെ കൊമ്പേന്ന് മാങ്ങ പറിച്ച് കൊട്ട നിറയ്ക്കരുത്. ടേക്ക് ദ വേർഡ് ഫ്രം ദ കോണ്ടെക്സ്റ്റ്. ഇഫ് യു ആർ നോട്ട് ടേക്കിംഗ് ദ കോണ്ടെക്സ്റ്റ്, നിങ്ങൾ കോണ്ടെക്സ്റ്റ് എടുത്തില്ല, ഇഫ് യു ഡു നോട്ട് ടേക്ക് ദ ടെക്സ്റ്റ് ഫ്രം ദ കോണ്ടെക്സ്റ്റ്, യു വിൽ ഗെറ്റ് ഓൺലി കോൺ. കോണ്ടെക്സ്റ്റ് നിന്ന് ടെക്സ്റ്റ് എടുത്തില്ലെങ്കിൽ നിനക്ക് നിന്റെ ബാക്കിയുള്ളത് വെറും കോൺ മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി. ഇതിന് തൊട്ട് താഴെ പറയാണ് ഇത് ഇപ്പോൾ സംഭവിക്കും. യേശു പറയും. അപ്പം അതിന് മറുപടി ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കുകയാണ്, പട്ടണങ്ങളിൽ നിവാസികളില്ലാതെയും വീടുകൾ ആളില്ലാതെയും ശൂന്യമായ ദേശം തീരെ പാഴായി പോവുകയും യഹോവ മനുഷ്യരെ ദൂരത്ത് അകറ്റിയിട്ട് ദേശത്തിന്റെ നടുവിൽ വലിയൊരു നിർജ്ജന പ്രദേശം ഉണ്ടാക്കുകയും ചെയ്യുവോളം തന്നെ എന്ന് പറഞ്ഞു. ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ ജഡ്ജ്മെന്റ് ഓഫ് ഇസ്രായേൽ ഓൺ AD 70. പട്ടണം ശൂന്യമായി, ജനത്തെ ദൂരത്തേക്ക് അകറ്റി. നിങ്ങൾക്കറിയാം, ഏകദേശം 11 ലക്ഷം പേർ കൊല്ലപ്പെട്ടു, 95,000 പേർ റോമിലേക്ക് നാടുകടത്തപ്പെട്ടു. സോ ദേശം ശൂന്യമായി പോയി, ജനത്തെ ദേശത്ത് നകറ്റി, നിർജ്ജന പ്രദേശം ഉണ്ടായി. ദിസ് ഈസ് ഹാപ്പൻഡ് ഇൻ ദ ലൈഫ് ഓഫ് ഇസ്രായേൽ ഓൺ AD 70 ഫസ്റ്റ് സെഞ്ചുറി. സോ 1-ാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തു വന്നിട്ട് ആ ജനതയോട് പറയാണ്, ഈ തലമുറയുടെ മേൽ ഇത് വരാൻ പോവുകയാണ്, ജഡ്ജ്മെന്റ് വരാൻ പോവുകയാണ്. യേശുവിന് മുന്നോടിയായിട്ട് വന്ന യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, വരാനുള്ള കോപത്തിന് തെറ്റിയൊഴിയാൻ നിങ്ങളെ ഉപദേശിച്ചാരാണ്. The judgment of God is coming, the wrath of God is coming. It is talking to the Israel in the first century, not the today's Israel. മനസ്സിലാക്കണം. കാരണം യേശു ക്രിസ്തു പറഞ്ഞ ഉപമയ്ക്കകത്ത് യേശുവിനോട് സംസാരിച്ച് ആ ജനതയോട് പറയാണ് ഈ ജഡ്ജ്മെന്റ് വരാൻ. സോ ഇവർ വേദവസം മനസ്സിലാക്കിയിട്ടും ഇവർ കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കേണ്ടതിന്. കാരണം ഇവർ യേശു പ്ലെയിനായിട്ട് സംസാരിച്ചിട്ട് യേശുവിനോട് ഇവർക്ക് ഒരു റിബലിയസ് നേച്ചർ ആയതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു, ഇനി ഞാൻ അവരോട് അങ്ങനെ സംസാരിക്കുന്നില്ല, ഐ ജസ്റ്റ് വാണ്ട് ടു ടോക്ക് ടു ദം ഇൻഡയറക്ട്ലി, പാരബിളായിട്ട് സംസാരിക്കാൻ പോകും. സോ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ ദേശത്തെ ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി. ഇനി നമ്മൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലേക്ക് പോകണം. 25-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും പ്രസിദ്ധമാണ്. നിങ്ങളെല്ലാവരും ഇതിനകത്ത് ഭാഗമാണെന്ന് എനിക്കറിയാം. ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളെ പാസ്റ്റർമാരൊക്കെ ബുദ്ധിയില്ലാത്ത കന്യകയുടെ ഭാഗത്തോ, ബുദ്ധിയുള്ള പാസ്റ്റർമാരല്ല ബുദ്ധിയുള്ള കന്യകമാരും, നിങ്ങളെല്ലാം വിശ്വാസികളെല്ലാം ബുദ്ധിയില്ലാത്ത കന്യകമാരുള്ള അവസ്ഥയിലാണ് ഇവർ പ്രസംഗിക്കുന്നത്. ഇവരുടെ രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്താ നീ തിരിച്ചു പാടാത്ത? എണ്ണയുണ്ടോ എൻ വിളക്കിൽ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് പാടാത്ത എന്താ? പാടത്തില്ല. കാരണം നീ മാത്രം, നിന്റെ എണ്ണയുണ്ടോ, നിന്റെ പാത്രത്തെ എണ്ണയുണ്ടോ, നീ ഉടുപ്പ് ധരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അന്യന്റെ വിഷയത്തിലാണല്ലോ നമുക്ക് താല്പര്യം, നമ്മുടെ സ്വന്തമായിരുന്നത്. സോ എപ്പോഴും വിശ്വാസികളിൽ ഒരെണ്ണത്തെ പകുതി ഗ്രൂപ്പായിട്ട് തിരിച്ച്, പകുതി പേര് ബുദ്ധിയില്ലാത്തവരും പകുതി പേര് ബുദ്ധിയുള്ളവരെന്ന് പറഞ്ഞ് നമ്മൾ ഒരു തിയോളജി സ്ഥാപിച്ചിട്ടുണ്ട്. അത് പാട്ടായിട്ടുണ്ട്, സ്കിറ്റായിട്ടുണ്ട്, ഫിലിംസ് ആയിട്ടുണ്ട്, കൾച്ചറൽ പാർട്ടായിട്ടുണ്ട്, പ്രസംഗമായിട്ടുണ്ട്, ബൈബിൾ എല്ലാം ഉണ്ട്. പക്ഷെ അത് പെട്ടെന്ന് അങ്ങോട്ട് മാറത്തില്ല. കാരണം ട്രൂത്ത് എത്ര വന്നാലും പീപ്പിൾ വിൽ നെവർ അക്സെപ്റ്റ് ഇറ്റ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും I don't want it. I don't want to skip. I want to continue the truth. So എന്താണ് 10 കന്യകമാരുടെ ഉപമ നമ്മൾ മനസ്സിലാക്കാൻ പോകും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 1-ാം വാക്യം, സ്വർഗ്ഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്ത് പുറപ്പെടുന്ന 10 കന്യകമാരുടെ സാദൃശ്യമാകുന്നു. സോ ഞാൻ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ ഒരു വ്യത്യസ്തമായ ഒരു വാക്യമുണ്ട്. ഞാനതൊന്ന് നോക്കട്ടെ. Matthew chapter 25 verse 1. ഇങ്ങനെയാ, then shall the kingdom of heaven be likened unto 10 virgins. പിന്നീട് then ദൈവത്തിന്റെ രാജ്യം 10 കന്യകമാരോട് സാദൃശ്യമായിരിക്കും. shall the kingdom of God അല്ലെങ്കിൽ kingdom of heaven be likened unto 10 virgins who took their lamps and went forth to meet the king bridegroom. അതായത് മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ട 10 കന്യകമാരോട് സാദൃശ്യമായിരിക്കും. Then so if you want to read, നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്, യേശുവും അപ്പോസ്തലന്മാരും ഒക്കെ ഇത് എഴുതുമ്പോൾ, ബൈബിൾ എഴുതുമ്പോൾ ഇങ്ങനെ 24-25 അധ്യായം ഒന്നുമില്ല. ദേവർ പ്ലെയിൻ ആയിട്ട് എഴുതുകായിരുന്നു. അപ്പൊ 24-ാം അധ്യായത്തിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ദേവാലയത്തിന്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പൊളിയുന്ന നാള് വരുന്നുണ്ട്. കാലം അവസാനിക്കാൻ പോകുന്നു.
കർത്താവിന്റെ വരവ് സംഭവിക്കാൻ പോകുന്നു. മനുഷ്യപുത്രൻ ഈ തലമുറയിൽ തന്നെ വെളിപ്പെടാൻ പോകുന്നു. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ട്രൂത്ത്, ഈ ഉപമയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഇതിന് വാട്ട് ഈസ് ദ കൺക്ലൂഷൻ ഓഫ് ദിസ് ഉപമ? അത് നമ്മൾ മനസ്സിലാക്കിയ ശേഷം നമുക്ക് 12-13 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതിനവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. ഈ ഉപമയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? നാളും നാഴികയും നിങ്ങൾ അറിയായികയാൽ ഉണർന്നിരിപ്പിൻ. ഇനി ഇതേ വാക്യം തന്നെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ 36 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ നാളും നാഴികയും സംബന്ധിച്ച് എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ഏതാ? മനുഷ്യപുത്രന്റെ വരവിനെ കുറിച്ച്. അപ്പം മനുഷ്യപുത്രന്റെ വരവിനെ കുറിച്ചും വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചും ഒക്കെയുള്ള അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ അടയാളങ്ങൾ കൊടുത്തിട്ട്, അടയാളം കൊടുത്ത് തമ്പുരാൻ പറയുകയാണ്, യേശു കർത്താവ് പറയാണ്, പക്ഷെ അത് ഏത് ദിവസം സംഭവിക്കുമെന്നും ഏത് മണിക്കൂറിൽ സംഭവിക്കുമെന്നും പിതാവിനല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. ഞാൻ മറ്റൊരു കോൺട്രവേഴ്സിയിലേക്ക് ഒന്നും പോകുന്നില്ല. അതിന് വിശദീകരണം കൃത്യമായിട്ടുണ്ട്, അതിന്റെ കോണ്ടെക്സ്റ്റിലുണ്ട്. അത് ഞാൻ ഇപ്പൊ തൽക്കാലം പറഞ്ഞാൽ അത് അവിടെ കൊണ്ട് ഞാൻ നിൽക്കേണ്ടി വരും. എന്നാലും നാളും നാഴികയും അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ എന്ന ഒരു ബോധ്യം ഇവർക്ക് വരുത്താൻ വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഉപമകളിൽ ഒന്നാണ് മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിന് 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 10 കന്യകമാരുടെ ഉപമ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി ഈ 10 കന്യകമാരെ വിളക്ക് അവർ പറയുന്നുണ്ട് ഇങ്ങനെ. ഈ 10 കന്യകമാർ ആരെന്ന് ആദ്യം പറയാം, നമുക്ക് അതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പം നാളും നാഴിക അറിയാകൽ ഉണർന്നിരിപ്പിൻ എന്ന ഒരു ടീച്ചിങ്, ഒരു ബോധ്യം, ഒരു വാണിംഗ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഉപമ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ 10 കന്യകമാരില് ഈ 10 കന്യകമാര് ഇവരല്ല മണവാട്ടി. ഇതാദ്യം മനസ്സിലാക്കണം. ഇവിടുത്തെ വലിയൊരു കോൺട്രവേഴ്സി പറയാം. ഇവിടുത്തെ പെനക്കോസ്റ്റൽ ബ്രദറൻ, നമ്മുടെ ബൈബിൾ ടീച്ചേഴ്സ് എല്ലാം പ്രസംഗിക്കുമ്പോൾ പറയുന്ന 10 കന്യകമാരുടെ ഉപമ പറയുമ്പോൾ വിശ്വാസികളെയാണ് ഉദ്ദേശിക്കുന്നത്. പാട്ട് പാടുമ്പോൾ എണ്ണയുണ്ടോ നിൻ വിളക്കിൽ? ഏത് നിൻ? നീ ആരാ? അപ്പൊ അവിടെ ഇരിക്കുന്ന വിശ്വാസികളോട് നിന്റെ വിളക്കിൽ എണ്ണയുണ്ടോ? നീതിയുടെ വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ ചോദിക്കുക. പക്ഷെ ശ്രദ്ധിച്ചു കേൾക്കണം, അതേ പാസ്റ്റർ, അതേ ബൈബിൾ പ്രഭാഷകൻ, അതേ ബൈബിൾ ടീച്ചർ ഈ ജനത്തെ നോക്കി പറഞ്ഞത് എന്തുവാ? കാന്തനെ കാണുവാൻ ആശയേറിയിടുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും, നമ്മുടെ കാന്തൻ വരാറായി. ഒരേ സമയം ആ ഇരിക്കുന്ന വിശ്വാസി കാന്തയുമാണ്, അതേസമയം ആ വിശ്വാസി എണ്ണയില്ലാത്ത, ബുദ്ധിയില്ലാത്ത, വിളക്കെടുത്തിട്ട് കത്താത്ത, ബുദ്ധിയില്ലാത്ത കന്യകമാരും അല്ലെങ്കിൽ ബുദ്ധിയുള്ള കന്യകയും. നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കി, ഇതെന്തൊരു വ്യാഖ്യാനം! ഒന്നുകിൽ സഭ മണവാട്ടിയായിരിക്കണം, അല്ലെങ്കിൽ വിളക്കെടുത്ത് പുറപ്പെടുന്ന കന്യകയായിരിക്കണം. ഇത് രണ്ടും കൂടെ ഒപ്പിക്കാം. അപ്പം ചില കഴിഞ്ഞ ദിവസം ഒരു മഹാൻ, ഒരു അപ്പോളജറ്റി പറയുന്നുണ്ട്. എനിക്ക് അപ്പോളജിസ്റ്റിക് എന്ന് പറഞ്ഞതിന് അപ്പോളജിസ്റ്റ് എന്തോ അപ്പോളജിസ്റ്റ് എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കഴിഞ്ഞ കേരളത്തിലെ വലിയൊരു അപ്പോളജിസ്റ്റിനെ കുറെ കേട്ടാറുണ്ട്. അയാളുടെ പ്രസംഗം കേട്ടാൽ തന്നെ ഇന്ന് ഉറക്കം തോന്നും. ഭയങ്കര അറിവാണ് ആ മനുഷ്യൻ. അയാളുടെ അറിവിനെ ഞാൻ ഒരിക്കൽ പോലും താഴ്ത്തില്ല. അറിവിന്റെ കൂമ്പാരമാണ്. പക്ഷെ വെളിച്ചം മാത്രം തല വന്നിട്ട്. ഇത്രയും അറിവുള്ളൊരു മനുഷ്യൻ ഞാൻ കേരളക്കാരെ കണ്ടിട്ടില്ല. ഓപ്പൺലി ഐ ആം ടെല്ലിങ്. പക്ഷെ ന്യൂ ടെസ്റ്റമെന്റിന്റെ വെളിച്ചവും വെള്ളിയാഴ്ച ഇങ്ങനെ വന്നിട്ട്. കാരണം ഇവർക്ക് വേദപുസ്തകത്തിന്റെ മർമ്മം അറിയാൻ ദൈവം കൃപ തരാതെ ഒരാൾക്ക് ഇത് മനസ്സിലാകത്തില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കും. അതിന്റെ അർത്ഥം ജോൺ ലോറൻസ് എന്ന് പറയുന്നത് ഞാൻ എന്തോ വലിയ കൊമ്പത്തൊന്നും, ഞാൻ ഒരു കൊമ്പനും അല്ല. ഞാൻ നിങ്ങളിൽ ഏറ്റവും എളിയവനായ ഒരു സഹോദരൻ, ഏറ്റവും എളിയവനായ ഒരു സഹോദരൻ. എനിക്ക് സത്യം ഇഷ്ടമാണ്, സത്യം അറിയാൻ അന്വേഷിക്കുന്നവനാണ്, സത്യാന്വേഷിയാണ്. ഇന്നും ഞാൻ അതിനുവേണ്ടി പുറകെ നടക്കുന്നവനാണ്. ആ സത്യം ക്രിസ്തുവാന്ന് എനിക്കറിയാം. ആ ക്രിസ്തുവിലൂടെ ഞാൻ സത്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അത് ആവശ്യമുള്ള ഒരു തലമുറയ്ക്ക് ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു കാര്യം മാത്രമേ ഞാൻ ചെയ്യുന്നു. അല്ലാതെ ഞാൻ നിങ്ങളിൽ ആരേക്കാളും വലിയവനല്ല. അപ്പം അങ്ങനെ ഒരു ചിന്ത ദയവായിട്ട് എടുക്കരുത് പ്ലീസ്. ധനം കൊണ്ടും മാനം കൊണ്ടും ആസ്തി കൊണ്ടും പ്രസിദ്ധി കൊണ്ടും എല്ലാം കൊണ്ടും ഇന്ന് കേരളത്തിലുള്ള എല്ലാ ദൈവദാസന്മാരെക്കാളും ഞാൻ ചെറിയവനാണ്. എല്ലാ ശുശ്രൂഷകന്മാരെക്കാളും ഞാൻ ചെറിയവൻ. ഇത് ഞാൻ ചുമ്മാ കള്ളം പറയാൻ, എൻ്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഹൃദയങ്ങളെ ആരായുന്ന ദൈവത്തിന്റെ കണ്ണിൽ ഞാൻ പറയാം, ഐ എം ദ ലീസ്റ്റ് പേഴ്സൺ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് കുഴപ്പമില്ല. ദൈവരാജ്യത്തിൽ ചെറിയ മനുഷ്യനായിട്ടിരിക്കുന്ന എനിക്ക് ആഗ്രഹം. അപ്പൊ ഞാൻ പറയുന്നത് വരുമ്പോൾ ആരെയോ കുറ്റപ്പെടുത്തുമല്ല പ്രിയപ്പെട്ടവരെ. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി, പലപ്പോഴും യേശു അങ്ങനെയാ പറയാറുള്ളത്. യേശു ഉപവസിക്കണം, നമ്മൾ പറഞ്ഞു എങ്ങനെ ഉപവസിക്കണം എന്ന് പറഞ്ഞാൽ പോരെ, പിന്നെന്തിനാ മറ്റൊന്ന് പറയുന്നത്? യേശു ആദ്യം പറഞ്ഞു ഉപവസിക്കരുത്, എങ്ങനെ ഉപവസിക്കരുതെന്നാണ് പറയുന്നത്.
ഒരു കാര്യത്തെ അൺഡു ചെയ്തിട്ട് യേശു ഡു ചെയ്യാൻ പറയത്തുള്ളൂ. ഇത് ക്രൈസ്റ്റിന്റെ ഒരു മെത്തേഡ്. അതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ 10 കന്യകമാർ ആരാണ്? ഇതൊക്കെ മണവാട്ടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് നോ ദാറ്റ് ദ 10 virgins they are not the bride of Christ. ബ്രൈഡ് ഗ്രൂം വന്നത് ഈ 10 കന്യകമാരെ മാരി ചെയ്യാനല്ല. ബ്രൈഡ് ഗ്രൂം വന്നത് ഈ ബ്രൈഡിനെ മാരി ചെയ്യാനാണ്. അതായത് മണവാളൻ വന്ന് മണവാട്ടി വിവാഹം കഴിക്കാൻ. അപ്പൊ who is these 10 virgins? ഈ 10 virgins are the bridesmaids, അതായത് മണവാട്ടിയുടെ തോഴിമാരാണ്. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മിസ്റ്റിക്കൽ സ്റ്റഡി യു ക്യാൻ സീ ദാറ്റ് ഇൻ ദ ബുക്ക് ഓഫ് എസ്തർ. ബുക്ക് ഓഫ് എസ്തറിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, അഹശ്വേരോശ് രാജാവിന്റെ ഭാര്യയായ വസ്തി അവളെ അവിടെ നിന്ന് പുറത്താക്കി. എന്നിട്ട് ഈ എസ്തറിനെ സ്വീകരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്കറിയാമോ, ദാറ്റ് ബുക്ക് ഓഫ് എസ്തർ ഈസ് കണക്റ്റഡ് ടു ദ ബുക്ക് ഓഫ് റെവലേഷൻ. വസ്തി എന്ന് പറയുന്ന ആ പഴയ ഭാര്യയെ പുറത്ത് കളഞ്ഞിട്ട് പുതിയൊരു ഭാര്യയെ എസ്തറിനെ സ്വീകരിക്കുന്ന ഹാദസ എന്ന് പറയുന്ന ഒരാളെ സ്വീകരിക്കുന്നു. മൊർദെഖായി എടുത്തു വളർത്തിയ മകൾ. സോ അവളെ തെരഞ്ഞെടുക്കുന്നു. അപ്പൊ അവള് അതായത് അവളുടെ ഭർത്താവായി സ്വീകരിക്കേണ്ട അഹശ്വേരോശ് രാജാവിന്റെ മുമ്പിൽ അവളെ കൊണ്ടുപോകുന്നതിന് മുമ്പ്, മാരേജ് നടക്കുന്നതിന് മുമ്പ്, ഒരു ഷണ്ണന്റെ കയ്യിലോട്ട്, അല്ലെങ്കിൽ ഒരു ആൾ, ഈ ഷണ്ണൻ എന്ന് പറയുമ്പോൾ എന്താ, ഹി വിൽ നെവർ ബി ഡിഫൈൽഡ് ബൈ വുമൻസ്. ഒരു സ്ത്രീകളുമായിട്ട് മലിനപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരാളാണ് ആര്? ഈ ഹഗായി, അല്ലെങ്കിൽ ഇവിടത്തെയുള്ള വേറെ എന്തോ ഒരു ഷണ്ണൻ, അവന്റെ കയ്യിലേക്ക്, ഒരു ഓഫീസറിന്റെ കയ്യിലേക്ക് കൊടുക്കുക. എന്തിനാ? ഈ ഹദസ അല്ലെങ്കിൽ ഈ എസ്തർ എന്ന് പറയുന്ന സ്ത്രീയെ, കൂടെയുള്ള സ്ത്രീകളെ എല്ലാം കൂടെ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കാനായിട്ട്. എന്തിനാ? ടു പ്രിപ്പയർ ദം ആസ് ദ ബ്രൈഡ് ഓഫ് ദാറ്റ് കിങ്. രാജാവിന്റെ മണവാട്ടിയായിട്ട്, രാജാവിന്റെ പത്നിയായിട്ട് ഒരുക്കിയെടുക്കാൻ വേണ്ടി, ഒരുക്കാൻ വേണ്ടി, അവളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തികളാണ് ഈ ഓഫീസർ. അതായത് നമ്മൾ കാണുന്ന എസ്തർ ചാപ്റ്റർ 2 കാണുന്ന ഷണ്ണൻ. അപ്പൊ ഇവിടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയെ ഒരുക്കിയെടുക്കാൻ, ഒരുക്കിയ ശേഷം മണവാളനെ എതിരേറ്റിട്ട് മണവാട്ടിയുടെ ചേംബറിലേക്ക് കൊണ്ടുവന്ന് വിവാഹത്തിന് വേണ്ടി കയറ്റിവിടുവാനായി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തികളെയാണ് ഇവിടെ കന്യകമാർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെർജിൻസ്. ഈ വെർജിൻ എന്ന് പറയാനുള്ള കാരണം, ഷി വാസ് നോട്ട് ഡിഫൈൽഡ് ബൈ എനി മാൻ ഓർ വുമൻ. ദാറ്റ് പിക്ചർ വി ക്യാൻ സീ ദാറ്റ് ഇൻ ദ ബുക്ക് ഓഫ് എസ്തർ. That ഷണ്ണൻ, അവൻ ഒരിക്കൽ he will be defiled by a man, he will never be defiled by woman because he is a ഷണ്ണൻ, eunuch. Same way here virgins എന്ന് പറഞ്ഞപ്പം, ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ ഇന്നത്തെ നാട്ടിലെ മോഡേൺ മാരേജിലൊക്കെ വധുവിന്റെ പുറകെ കുറെ പിള്ളേർ ഇങ്ങനെ ഒരേ യൂണിഫോം ഒക്കെ ഇട്ടുണ്ട്. ഏതായാലും വെല്ലുമ്മച്ചിമാർ വരുന്ന കണ്ടിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞാൽ അമ്മായിമാരെ കൊണ്ടുവരുന്നുണ്ടോ? മോസ്റ്റ് ഓഫ് ദം ഞാൻ കണ്ടിട്ടുള്ളതിനകത്ത് 99%, 100% ആ ബ്രൈഡിന്റെ കൂടെ വരുന്നത് അവളുടെ തോഴിമാരാ. ദാറ്റ് ഗേൾസ് ആർ വെർജിൻ ഗേൾസ്. അതായത് അവളെ പോലെ തന്നെ സ്റ്റാറ്റസ് ഉള്ള, ആ മാരീഡ് ആകാൻ പോകുന്ന ആ മണവാട്ടിയെ പോലെ തന്നെ സ്റ്റാറ്റസ് ഉള്ള ആളുകളാണ് അവരുടെ തോഴിമാർ. സോ നിങ്ങൾ ഈ പിക്ചർ മനസ്സിലാക്കണം. സോ ക്രൈസ്റ്റിന്റെ ബ്രൈഡ് ഈസ് എ വെർജിൻ. സോ ദ ബ്രൈഡ് മേറ്റ്സ്, ദോസ് ഹു പ്രിപ്പയർഡ് ദാറ്റ് ബ്രൈഡ് ഫോർ ദ ഗ്രൂം. ആ മണവാളന് വേണ്ടി മണവാട്ടിയെ ഒരുക്കി നിർത്തിയിരിക്കുന്ന, അത് അവളെ ഒരുക്കി മണവാളനെ സ്വീകരിച്ച് മണിയറയിലേക്ക് കൊണ്ടുപോകാനായി, വിവാഹ ചേംബറിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിയോഗിക്കപ്പെട്ട ആളുകളാണ് ഈ വെർജിൻസ്. ദിസ് ഈസ് നോട്ട് ബ്രൈഡ്, ദിസ് ഈസ് ദ ബ്രൈഡ് മേറ്റ്സ്, ദ വൺ ഹു പ്രിപ്പയർസ് ദാറ്റ് ബ്രൈഡ് ഫോർ ദ ഗ്രൂം. ഐ hope you got this picture right now. ഇപ്പൊ നിങ്ങൾക്ക് അത് കിട്ടുന്നത്. ഇനി when you go to the Old Testament, നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ സിനായിയുടെ മുകളിൽ ദൈവം ഇറങ്ങി വരുന്നു, ഇസ്രായേലുമായി ഒരു ഉടമ്പടി ചെയ്യുന്നു. ആ ഉടമ്പടി, that is a wedding covenant. ആ വെഡിങ് കവണന്റ് കണ്ടിന്യൂസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു.
എന്നാൽ ശലോമോന്റെ കാലം വന്നപ്പോൾ യെറോബയാം എന്ന് പറഞ്ഞ രണ്ടുപേർ, അതായത് ശലോമോന്റെ മകനും ശലോമോന്റെ ദാസനും തമ്മിൽ ആ ഒരു പ്രധാന സന്ദർഭത്തിൽ പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞതനുസരിച്ച് ആ ഇസ്രായേലിന്റെ ദൈവം രണ്ടായിട്ട് കീറി അതിന്റെ ഭൂരിപക്ഷത്തെ ദാസനായ യെറോബയാമിന്റെ കയ്യിൽ കൊടുക്കുന്നു. അതിന്റെ 2 ഗോത്രങ്ങളെ രഹോബയാം എന്ന് പറയുന്ന ശലോമോന്റെ മകന്റെ കയ്യിൽ കൊടുക്കുന്നു. ഇങ്ങനെ രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു. ഈ 10 ഗോത്രങ്ങൾ എഫ്രീമിന്റെ നേതൃത്വത്തിൽ ശമരിയയുടെ ഹെഡ്ക്വാർട്ടറിൽ അവിടെ പാർക്കുന്നു. അവർ ശമരിയയിലും ഗെറിസീമിലും ഒക്കെ ബാൽ വിഗ്രഹങ്ങളെ സ്ഥാപിച്ച് യഹോവയ്ക്ക് പകരമായി ബാലിനെ ആരാധിക്കാൻ തുടങ്ങും. When you read the book of Ezekiel, Jeremiah, Isaiah, chapter Amos and Hosea, ഞാൻ എല്ലാ വാക്യങ്ങളും എടുക്കുക. ഇവിടെ എല്ലാം നിങ്ങൾ വായിക്കുമ്പോൾ ഈ ഗ്രഹം, അതായത് യഹൂദ ഗ്രഹം, ഇസ്രായേൽ എന്ന 2 ഇസ്രായേൽ ഗ്രഹം യഹോവയെ വിട്ട് അന്യദേവനെ പോകുന്നതിനെ ബൈബിൾ വിളിക്കുന്ന പേരാണ് അഡൾട്ടറി. സോ വൈ ഗോഡ് ഐഡൽ വർഷിപ്പിനെ അഡൾട്ടറി എന്ന് വിളിക്കാനുള്ള കാരണം, ഇസ്രായേൽ യഹോവയായ ദൈവത്തെ ആരാധിക്കാനായി ചൂസ് ചെയ്യുമ്പോൾ യഹോവ അവരുടെ ഹസ്ബൻഡായി മാറി. ഇസ്രായേൽ എപ്പോഴാണോ യഹോവയെ വിട്ട് മറ്റ് ദേവന്മാരുടെ പുറകെ പോകുമ്പോൾ they committed adultery. So idolatry is adultery in the old covenant. So adultery സംഭവിച്ചപ്പോ the wedding covenant is broken. It's a very serious matter. When a person, those who are wedded, കല്യാണം കഴിഞ്ഞ ഒരാൾ, വിവാഹം കഴിഞ്ഞ ഒരു പുരുഷനും സ്ത്രീയും, ആ സ്ത്രീ പുരുഷനാകട്ടെ, when they were entered into adultery, the wedding covenant will be broken. We should understand that plainly. അപ്പൊ യഹോവയായ ദൈവത്തെ കളഞ്ഞിട്ട് ബാലിനെ സേവിക്കാൻ പോയ നിമിഷം, the Bible says the wedding covenant with Yahweh was broken. ഞാൻ യെരമ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ച് 11-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ യഹോവയായ ദൈവം ഇസ്രായേൽ ഗ്രഹത്തിന് വിവാഹമോചനത്തിന്റെ ചീട്ട് കൊടുത്തു. അവരത് കൈപ്പറ്റിയെന്ന്. യഹോവയായ ദൈവം വിവാഹമോചനത്തിന്റെ ചീട്ട് കൊടുത്ത് ഇസ്രായേൽ ഗ്രഹത്തെ പറഞ്ഞയച്ചു. യഹൂദ ഗ്രഹവും അതിനേക്കാൾ ഗതികേടിൽ ജീവിച്ചിട്ടും ദൈവത്തിന്റെ പദ്ധതി അവിടെ കിടക്കുന്നത് കൊണ്ട്, ക്രിസ്തുവിനെ കൊണ്ടുവരേണ്ടത് കൊണ്ട്, ദൈവിക പ്രോഗ്രാം കിടക്കുന്നത് കൊണ്ട് അഴുക്കായിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. ബാബിലോണിൽ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. അസീരുടെ കൈപ്പെടാതെ സൂക്ഷിച്ചു. മിസ്രയീമുകാർ ആക്രമിക്കുക. അങ്ങനെ പല നിലയിൽ യഹൂദ ഗ്രഹത്തെ ദൈവം സംരക്ഷിച്ചു. കാരണം ഗോഡ് വാണ്ട്സ് ടു റെസ്റ്റോർ ദിസ് പീപ്പിൾ. സോ ദൈവം ഇവരെ പറഞ്ഞയച്ചിട്ട് ദൈവം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കും. മത്സരഗ്രഹമേ തിരികെ വരിക, ഞാൻ നിങ്ങളെ സ്വീകരിക്കാം, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കാം, ഞാൻ നിങ്ങളോട് വീണ്ടും ഉടമ്പടി. ഇങ്ങനെ യെരമ്യാവിനോട് ദൈവം വീണ്ടും എന്ത് ചെയ്തു? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും ദൈവം എന്ത് ചെയ്യാൻ പോകുന്നു? 31-ാം അധ്യായം വായിക്കുമ്പോൾ, ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന നാൾ വരുന്നു. ദാറ്റ് ഈസ് ദ റീമാരേജ്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുകയാണ്. റീമാരേജ്. അതായത് ഫസ്റ്റ് കവനന്റ് ഈസ് ദ മാരേജ് കവനന്റ്, സെക്കൻഡ് കവനന്റ് ഈസ് ദ റീമാരേജ് കവനന്റ്. സോ ഗോഡ് റീമാരീഡ് ഇസ്രായേൽ, ദ ഹൗസ് ഓഫ് ഇസ്രായേൽ ആൻഡ് ഹൗസ് ഓഫ് ജൂഡ. ഓക്കെ. അപ്പം ഈ ഹൗസ് ഓഫ് ജൂഡായെയും ഹൗസ് ഓഫ് ഇസ്രായേലിനെയും ദൈവത്തിന്റെ ജനമായി തിരിക്കേണ്ടതിനും യഹോവയെങ്കിലേക്കും ഉടമ്പടിയിലേക്കും വീണ്ടും അവരെ പുനർക്രമീകരിക്കണം, പുനഃസ്ഥാപിക്കേണ്ടതിനും ദൈവം ആക്കി വെച്ചിരുന്ന ശുശ്രൂഷകന്മാരായിരുന്നു അന്നത്തെ രാജാക്കന്മാർ, അന്നത്തെ പുരോഹിതന്മാർ, അന്നത്തെ പ്രവാചകന്മാർ. നിങ്ങൾ നോക്കിക്കേ, എലിയാവ്, എലീശ, യഹൂ തുടങ്ങിയ ആളുകളെല്ലാം ഇസ്രായേൽ ഗ്രഹത്തിലെ ശുശ്രൂഷകന്മാരാണ്. യഹൂദ ഗ്രഹത്തിലും പ്രവാചകന്മാരുണ്ട്. ഇസ്രായേൽ ഗ്രഹത്തിൽ എന്തിനാ ഈ പ്രവാചകന്മാരെ അങ്ങോട്ട് അയച്ചത്? എന്തിനാ അവിടെ രാജാക്കന്മാരെ നിയോഗിച്ച് അഭിഷേകം ചെയ്ത് നിർത്തിയത്? എന്തിനാ അവൻ പുരോഹിതന്മാരെ നിർത്തിയത്? ഇവരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ടു പ്രിപ്പയർ ദാറ്റ് പീപ്പിൾ ഫോർ ദ സെക്കൻഡ് മാരേജ്, റീമാരിയിങ് ഇസ്രായേൽ. നിങ്ങൾ ഹോശേയ പ്രവചനത്തിലേക്ക് പോയി, ഞാൻ എല്ലാ വാക്കുകളും എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ബോറടിപ്പിക്കുന്ന ആ വാക്ക് പറഞ്ഞ തെറ്റാണ്. ബൈബിൾ വായിക്കുന്ന ബോറടിയല്ല, ഒരു യഥാർത്ഥ ദൈവമായി തന്നെ. പക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ മാന്യമുള്ളത് കൊണ്ടും സമയമില്ലാത്തത് കൊണ്ടും ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും. അപ്പൊ ഇസ്രായേലിലെ ദൈവം എന്ത് ചെയ്യുമ്പോൾ അപ്പൊ ദൈവം അവരെ റീമാരേജ് ചെയ്തതിന്റെ പേരാണ് ന്യൂ കവനന്റ്. ഞാനിപ്പം പഴയ ഒരു ജൂയിഷ് റൂട്ട് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ, ന്യൂ കവനന്റ് എന്നതിന് യഥാർത്ഥത്തിൽ കൊടുത്തതിന് ഹീബ്രുവിൽ നമ്മൾ മനസ്സിലാക്കി റിന്യൂഡ് കവനന്റ്. കാരണം ആൾറെഡി ദൈവം മാരി ചെയ്തിരുന്നു. ഫസ്റ്റ് കവനന്റ് സീനായിൽ, സെക്കൻഡ് മാരേജ് ഇസ് ദ മാരേജ് വിത്ത് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എന്ത് ചെയ്യാൻ പോവാ? ഇസ്രായേലിനെ വീണ്ടും എന്ത് ചെയ്യാൻ പോവാ? യഹൂദഗ്രഹത്തെ ഇസ്രായേൽ ഗ്രഹത്തെ സ്പിരിച്വലി ടോക്ക് ഇസ് നോട്ട് എ ഫിസിക്കൽ ഇസ്രായേൽ, ഇസ് എ സ്പിരിച്വൽ ഇസ്രായേൽ. ന്യൂ കവനന്റ് സ്പിരിച്വൽ ഇസ്രായേൽ. അവരെ മാരി ചെയ്യാൻ. ഓക്കെ. അപ്പൊ ഈ മാരി ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഇവരെ പ്രിപ്പയർ ചെയ്യണം. പക്ഷെ ഓൾഡ് കവനന്റിൽ ദൈവമാക്കിയ പുരോഹിതന്മാർ, ദൈവമാക്കിയ രാജാക്കന്മാർ, ദൈവമാക്കിയ പ്രവാചകന്മാർ,
ദൈവമാക്കിയ ശുശ്രൂഷകന്മാർ, ആ ജനതയെ പ്രിപ്പയർ ചെയ്യാൻ ഒരുക്കിയവർ മുഴുവൻ they were all defiled by the women means adulterated, idolatry ആയി മാറി. അവരെല്ലാവരും ദൈവത്തെ വിട്ട് പോയത് കൊണ്ട് ജീസസ് കംസ്, യേശു കർത്താവ് വന്നിട്ട് he chose the 12 disciples and another 70 disciples or 72 disciples as a virgin, as a bridesmaid to prepare a bride for the Lord. Can you follow me? അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ പറഞ്ഞൊരു വാക്യം ഓർമ്മയുണ്ടോ? കൊരിന്ത്യരോട് പറഞ്ഞ 2 കൊരിന്ത്യർ 11-2 വാക്യം, സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചതുപോലെ നിങ്ങൾ ഉപായത്താൽ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ ആരാക്കി ചെയ്തിരിക്കുന്നു? ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ചർച്ചയോട് പറയുക. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ സഭയെ എന്ത് ചെയ്തിരിക്കുന്നു? സഭയെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എസ്പോസ്ഡ്, വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. When you read Galatians, Ephesians chapter 4 verse 11 നമ്മൾ വായിച്ചിട്ടില്ല? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടകർ എന്ന 5 വിധ ശുശ്രൂഷയാൽ ദൈവം എന്ത് ചെയ്തിരുന്നു? സഭയെ ക്രിസ്തു എന്ന തലയോളം എല്ലാറ്റിലും തികഞ്ഞ പുരുഷത്വത്തിലും സകല നിറവിലും ക്രിസ്തു എന്ന തലയോളം മുതിർന്നു വരേണ്ടതിന് എന്ത് ചെയ്യുക? പണിയപ്പെടുന്നു. സോ they were preparing a bride for Christ. Come on, can you follow me? So God ആ ജനത്തിന് നടുവിൽ ചൂസ് ചെയ്യുക. That is the first fruit. I have a teaching about the എന്താ പറയുന്നത്, 3 പറ മാവിന്മേൽ വന്ന പുളിപ്പെന്ന് പറയുന്ന ഒരു പഠനം ഞാൻ മുമ്പ് എടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ പ്രൈവറ്റ് മെസ്സേജ്. somebody wants it, I can share with you. അപ്പൊ അതിനകത്ത് ഞാൻ മനസ്സിലാക്കേണ്ടത് the church of the first fruit, അതാണ് അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർ, കുറച്ചുപേരെ chosen people. first fruit, ആദ്യത്തെ ജനത്തെ എന്തിനാ തെരഞ്ഞെടുത്തത്? to prepare the church, to prepare the Israel. ഇനി ആരാണ് ഈ കന്യകമാർ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം. ആരാ ഈ കന്യകമാർ? When you go to the book of Revelation chapter 14, ഞാൻ എൻ്റെ കാര്യം പറയുന്നില്ല കേട്ടോ, ബൈബിളിന്റെ കാര്യം പറയുന്നത്. എനിക്ക് എൻ്റെ കാര്യം പറയാനൊന്നുമില്ല. എൻ്റെ കാര്യം പറയുന്നത് ഞാൻ മനോരമപത്രം എടുത്ത് പറയാം. I have nothing to say about myself. എൻ്റെ ചിന്തയല്ല, എൻ്റെ തോട്ട്സ് അല്ല. I'm just taking the Bible. This is exegesis, interpreting Bible with the Bible. Okay. Book of Revelation chapter 14 verse 1 onwards. പിന്നെ അവൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടു. ഈ 144,000 പേരെ കുറിച്ച് ഒത്തിരി ഒരുപാട് ആനുകാലികമായ വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, തമാശയാണ്. ചില സഭാവിഭാഗക്കാർ പറയുന്നത് ഞങ്ങളാണ് 144,000 പേര് എന്നൊക്കെ പറഞ്ഞ അവകാശം. അപ്പൊ അങ്ങനെ ആശ്വസിച്ചോട്ടെ, കുഴപ്പമില്ല. നിൽക്കുന്നത് കണ്ടു. പെരുവെള്ളത്തിന്റെ ഇരിച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണമിട്ടുന്നത് പോലെ ആയിരുന്നു. അവർ സിംഹാസനത്തിന് 4 ജീവികൾക്ക് മൂപ്പന്മാർക്ക് മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി. അവർ സിംഹാസനത്തിലും 4 ജീവികൾക്കും മൂപ്പന്മാർക്ക് മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേരല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. only 144K 144,000 പേരൊഴിച്ച് ബാക്കി ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. അവർ കന്യകമാരാകയാൽ, സ്ത്രീകളോടുകൂടെ മലിനപ്പെടാത്തവർ കന്യകമാരാകയാൽ. സോ 12 ഗോത്രങ്ങളിൽ നിന്ന് 12,000 വീതം തെരഞ്ഞെടുക്കപ്പെട്ട 1,44,000 പേര് വരുന്ന ഇവരെ ബൈബിൾ വിളിക്കുന്നവർ കന്യകമാർ. This is a picture. I'm telling you that this is not an exact number. I'm telling the truth. ദയവായിട്ട് നിങ്ങൾ ഈ വെളിപ്പാട് പുസ്തകത്തിനകത്ത് എല്ലാ എക്സാക്ട് നമ്പറായിട്ട് എടുക്കരുത്. 20,000 കോടി സേന വരുന്നൊക്കെ പറയുന്നുണ്ടോ? എന്തെന്ന് വെച്ചാൽ ഈ എക്സാക്ട്ലി ബുക്ക് ഓഫ് റെവലേഷൻ ഇസ് എ ബുക്ക് ഓഫ് സയൻസ്, ബുക്ക് ഓഫ് അലിഗറി, മെറ്റാഫറിക്കൽ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന പുസ്തകമാണ്. സോ 1,44,000 ഇസ് എ പർട്ടിക്കുലർ നമ്പർ. അതായത് ഇതിനകത്ത് ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ 12 ഗോത്രങ്ങൾക്ക് തുല്യ പരിഗണന. അത്രയേ ഉള്ളൂ. 12 ഗോത്രത്തിൽ നിന്ന് 12,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ഗോത്രത്തിനും പ്രത്യേകിച്ച് മതിപ്പ് കൂടുതലും കുറവുമില്ല. എല്ലാവരെയും തുല്യമായി കണ്ട് എല്ലാവരിൽ നിന്ന് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന 1,40,000. അവർ കന്യകമാരാകിയ സ്ത്രീകളോട് മരണപ്പെടാത്തവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. ദേ ആർ ഫോളോയിങ് ദാറ്റ് ദ ലാംബ് ഓഫ് ഗോഡ്. ഓക്കെ, അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ വീണ്ടെടുത്തിരിക്കുന്നു. ഹു ഇസ് ദിസ് ഫെലോസ്? They are the first fruit from the people. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഇവരാരാണ്? ആദ്യഫലം. അപ്പൊ ഈ കന്യകമാരാരാണ്? ആദ്യഫലം. ഇനി ഈ ആദ്യഫലമായിട്ട് ദൈവം തെരഞ്ഞെടുത്ത ആരെയാണ്? നമ്മൾ ബൈബിളിന്, ഞാൻ ഒന്നുകൂടെ പറയാം, ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ ബൈബിളിനെ ബൈബിൾ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കണം. ഫസ്റ്റ് ഫ്രൂട്ട് യാക്കോബ് എഴുതിയ ലേഖനത്തിൽ, യാക്കോബ് എന്ന് പറയുന്ന കർത്താവിന്റെ സഹോദരൻ എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കി. 1-ാം വാക്യം ഇങ്ങനെയാ: ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്, ചിതറിപ്പാർക്കുന്ന കോഴഞ്ചേരിയിലും കുമ്പനാട്ടും തിരുവല്ലായിലും കോട്ടയത്തും ഉള്ളവർക്ക്, അങ്ങനെയാണോ? അല്ല, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. എന്റെ സഹോദരന്മാരെ, ടു ഹൂം ജെയിംസ് ഈസ് റൈറ്റിംഗ് ദിസ് മെസ്സേജ്, ദിസ് എപ്പിസിൽസ്. ആർക്ക് എഴുതുന്നത്? ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക്. മറക്കല്ലേ, കോണ്ടെക്സ്റ്റ് എന്താണ്? 12 ഗോത്രം. ഡയസ്പോറ, പ്രവാസികളാണ് ഇവർ റോമൻ സാമ്രാജ്യത്തിന്റെ 4 കോണുകളിലും ലോകമെമ്പാടും ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് യാക്കോബ് എഴുതുന്ന ലേഖനമായത്. ഓക്കെ, ഇവരോട് പറയുകയാണ്. അതിന്റെ 9-ാമത്തെ വാക്യം, എന്നാൽ എളിയ സഹോദരൻ. ഓക്കെ, അത് പോട്ടെ, ഞാനത് അവിടെ പോകുന്നില്ല. അതിന്റെ 17-ാം വാക്യം നോക്കി. എല്ലാ നല്ലതാനും, അല്ല, 16-ാം വാക്യം, എന്റെ പ്രിയ സഹോദരന്മാരെ. ഹു ഇസ് ദ സഹോദരന്മാർ? എന്റെ പ്രിയ സഹോദരന്മാർ 12 ഗോത്രങ്ങൾ. ഈ 12 ഗോത്രങ്ങൾ, എന്റെ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്തിലുള്ള ആച്ഛേദനമോ ഇല്ല. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. നാം അവന്റെ സൃഷ്ടികളിൽ, സൃഷ്ടി എന്ന് പറയുമ്പോൾ ഓൾഡ് കവനന്റ് പീപ്പിൾ, സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ടു ഹൂം? യാക്കോബ് ആർക്കാ ഇത് എഴുതുന്നത്? 12 ഗോത്രങ്ങൾ. അപ്പൊ 12 ഗോത്രങ്ങളെ നോക്കി, എന്റെ സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുത്. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവന്റെ ഇഷ്ടം ഹേതുവായി സത്യവചനത്താൽ നിങ്ങളെ ജനിപ്പിച്ചിരിക്കുക. അർത്ഥം, ഈ 12 ഗോത്രങ്ങളിൽ തെരഞ്ഞെടുത്തിരിക്കുന്ന ഇവരാണ് ആദ്യ ഫലം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ വായിച്ച ഈ 1,44,000 പേരെ എന്ത് പറഞ്ഞ്, അവരെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അവർ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ, ദേ ആർ വെർജിൻസ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ട്രൂത്ത് എന്താണ്? ഞാൻ പറഞ്ഞ കൺഫ്യൂഷൻ വരുന്നില്ല. അപ്പം കന്യകമാർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചൂസൺ ആസ് എ ഫസ്റ്റ് ഫ്രൂട്ട്. ഫസ്റ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വലിയൊരു ഹാർവെസ്റ്റ് വരുന്നതേ ഉള്ളൂ. ഹാർവെസ്റ്റിന് തൊട്ട് മുമ്പ് അറുത്തെടുക്കുന്ന, ഇറ്റ് ഈസ് എ ഓൾഡ് കവൻ ലാംഗ്വേജ്. ഓക്കെ, ശരി. അപ്പം ആദ്യഫലമായിട്ട് ദൈവം തെരഞ്ഞെടുത്തതിൽ ആരൊക്കെയുണ്ട്? അപ്പോസ്റ്റൽസ് ഉണ്ട്, ഡിസൈപ്പിൾസ് ഉണ്ട്, ഫസ്റ്റ് സെഞ്ചുറിയിലെ ചേർച്ചിലെ വിശ്വാസികളുണ്ട്. അതുകൊണ്ടാണ് പെന്തിക്കോസ് നാളിൽ നോക്കി, പെന്തക്കോസ് നാളിൽ അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിച്ചപ്പോൾ എന്താ പറയുന്നത് നോക്കി. ഗോ ആൻഡ് റീഡ് ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 14, 17, 17-ാമത്തെ വാക്യം മുതൽ. അതായത് പെന്തക്കോസ് നാളിൽ അന്യഭാഷയൊക്കെ വന്ന ശേഷം പറ, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ ആത്മാവിനെ പകരും. ആരോട് പറയുകയാണ്? അവിടെ വന്നിരിക്കുന്ന ആകാശനികളുടെ സകല ജാതിയിൽ നിന്നും വന്നു പാർക്കുന്ന ഭക്തന്മാരായ യഹൂദ അതായത് 12 ഗോത്രത്തിലെ ആളുകൾ അവിടെ ഉണ്ട്, ഭക്തന്മാരുണ്ട്. അവരോട് പറയുകയാണ്, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളിൽ എന്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഇതെന്ത് പറഞ്ഞേക്കുന്നത്? കൂട്ടപ്രവചനം. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ വേലക്കാർ, നിങ്ങളുടെ വൃദ്ധന്മാർ എന്ന് പറഞ്ഞാൽ ഫുൾ പീപ്പിൾ, ദേ ആർ ഗോയിങ് ടു പ്രൊഫസൈ ആൻഡ് ദേ ആർ ഗോയിങ് ടു സീ ദ വിഷൻ. What is the meaning? What is the meaning? എന്തിനാ ദർശനം? എന്തിനാ പ്രവചനം? എന്തിനാ പരിശുദ്ധാത്മാവിനെ പകർന്നത്? To prepare a bride for the coming groom. വരാൻ പോകുന്ന മണവാളന് വേണ്ടി മണവാട്ടി ഒരുക്കുവാൻ പെന്തിക്കോസ്തിന്റെ അന്ന്
അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേൽ ആത്മാവിനെ വരും. എല്ലാവരും പ്രവചിക്കുന്നു പറയുന്ന അർത്ഥം എന്താ? ആദ്യ നൂറ്റാണ്ടിൽ ദൈവം ആ അഭിഷേകം ചെയ്ത മുഴുവൻ ആളോട് പറയാം, നിങ്ങൾ എല്ലാവരിലൂടെയും ദൈവത്തിന്റെ വചനം വെളിപ്പെടാൻ പോകും. നിങ്ങൾ എല്ലാവരെയും ദൈവം വിശുദ്ധരാക്കി, കന്യകമാരാക്കി, കർത്താവിന്റെ പുതിയ ഉടമ്പടിയിലേക്ക് ഒരു മണവാട്ടിയെ, ആ കവനന്റിനെ പ്രിപ്പയർ ചെയ്യാൻ, ആ മണവാട്ടിയെ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ പോകും. കൺഫ്യൂഷൻ വരല്ലേ പ്ലീസ്, കൺഫ്യൂഷൻ വരരുത്. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, നിങ്ങളെ ഞാൻ ക്രിസ്തുവിന് വേണ്ടി വിവാഹം നിശ്ചയം ചെയ്തിരിക്കും. എന്റെ അർത്ഥം എന്താ? പുള്ളിക്കാരൻ അന്നേരം മണവാട്ടിയുടെ ഭാഗമല്ലേ? അല്ല. ഇവിടുത്തെ മനസ്സിലാക്കേണ്ട ട്രൂത്ത്, പോൾ വാസ് സ്റ്റാൻഡിങ് ദെയർ as a man who is preparing the bride of Christ. ക്രിസ്തുവിന്റെ സഭയെ ഒരുക്കാൻ നിൽക്കുന്ന ഒരാളായിട്ട്, അതായത് ബുദ്ധിയുള്ള കന്യക. അപ്പം അടുത്ത ചോദ്യം പറയാം, ഈ ബുദ്ധിയുള്ള കന്യകയും ബുദ്ധിയില്ലാത്ത കന്യക ആരാണ്? ഞാൻ ആദ്യം കന്യക ആരെന്ന് പറയാം. അത് ഫസ്റ്റ് ഫ്രൂട്ട് ആണ്. ഞാൻ അത് തെളിയിച്ചു. എവിടെ നിന്ന്? യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് തെളിയിച്ചിട്ട് കൊണ്ടുവന്ന് എന്തുവാ? ഫസ്റ്റ് ഫ്രൂട്ട് എന്ന് തെളിയിച്ചില്ലേ? അപ്പൊ യാക്കോബ് പറഞ്ഞു 12 ഗോത്രങ്ങളിൽ നിന്ന് ചെതറിപ്പോയവരാണ്. ഇപ്പൊ ഇനി പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ അത് എങ്ങനെയാന്ന് നോക്കിയേ. 2 Thessalonians chapter 2 verse 13. അത് മലയാളത്തിൽ അങ്ങനെ കറക്റ്റ് ആയിട്ടില്ല, പക്ഷെ മറ്റൊരു വേർഷൻ വായിച്ചെങ്ങനെയാണ്: ഞങ്ങളോ കർത്താവിൽ പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിനും സത്യത്തിന്റെ വചനത്തിനും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തിന് എപ്പോഴും സ്തുതിപ്പാൻ കാണാം. ഇത് തെസ്സലോനിക്കരോട് പറയണം കേട്ടോ. സഹോദരന്മാരെ, നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന് വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അതിന് കൊടുത്തിരിക്കുന്ന റിയൽ വേർഡ്, യു ആർ ചൂസൺ ആസ് ദ ഫസ്റ്റ് ഫ്രൂട്ട് ഫോർ ദ ക്ലൻസിങ് ഓഫ് ദ സ്പിരിറ്റ്. നിങ്ങളുടെ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിനായി ദൈവം നിങ്ങളെ ആദ്യ ഫലമായി തിരഞ്ഞെടുത്തു എന്നാണ് നമ്മളതിന്റെ ഒറിജിനൽ വേർഷനിൽ വായിക്കുന്നത്. മലയാളത്തിൽ അങ്ങനെ ഇല്ല. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇപ്പൊ തെസ്സലോനിക്കയിലുള്ളവരാരാ? യഹൂദന്മാരാ. യു ജസ്റ്റ് ഗോ ആൻഡ് റീഡ് ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 17. 17-ാം അധ്യായത്തിൽ തെസ്സലോനിക്കയിൽ പോകുന്നുണ്ട്. അവിടെ യഹൂദന്മാരുടെ സിനഗോഗിൽ പോകുന്നുണ്ട്. കുറെ പേർ വിശ്വസിക്കുന്നുണ്ട്, കുറെ പേർ എതിർക്കുന്നുണ്ട്. സോ ആദ്യഫലമായിട്ട് ദൈവം ആ തെസ്സലോനിക്കയിൽ ആരെ കണ്ടത്? യഹൂദന്മാരെ കണ്ടത്. മനസ്സിലാക്കണേ പ്രിയപ്പെട്ടവരെ, ഫസ്റ്റ് ഫ്രൂട്ട് ഒരിക്കലും ജാതികളല്ല, യഹൂദന്മാരാണ്. അപ്പൊ 2 സാക്ഷികൾ ഇവിടെ. യാക്കോബ് പറയുന്നു ആദ്യഫലമായി തെരഞ്ഞെടുത്തിരിക്കുന്നു, പൗലോസ് പറയുന്നു ആദ്യം മുതൽ എഴുതിയിരിക്കുന്നു, പക്ഷെ ആദ്യഫലമാണ്. ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന വിഷയം, ഈ ആദ്യഫലമായി തെരഞ്ഞെടുത്ത ഈ കന്യകമാർ, അപ്പൊ ഈ ദൈവം തെരഞ്ഞെടുത്ത ക്രിസ്തുവിന്റെ ആദ്യത്തെ കന്യകമാർ, ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാർ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് അങ്ങോട്ട് മുമ്പോട്ട് പോവാം. ഈ 10 വെർജിൻസിന്റെ ഈ ഉപമ ഇസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ചർച്ച്, ഇസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ബ്രൈഡ്, ഇസ് ടോക്കിംഗ് അബൌട്ട് ദ മിനിസ്റ്റേഴ്സ് ഓഫ് ദ ഗോസ്പൽ. ആ ഡിസ്കഷനകത്തിരുന്ന് എണ്ണയുണ്ടോ നിന്റെ വിളക്കിൽ, എണ്ണ തീരുന്നതിന് മുമ്പ് വാങ്ങിച്ചോ എന്ന് പറഞ്ഞ ഉപദേശി നിന്നോട് പറയുന്നത് ഇത് നിന്നെ കുറിച്ചായി പറയുന്നത്. ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ബിലീവേഴ്സ്, ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ്. കന്യക, അതായത് മണവാട്ടിയെ ഒരുക്കുന്ന കന്യകയാണ്, അതായത് മിനിസ്റ്റേഴ്സ് ഓഫ് ദ ബ്രൈഡ്. സംഭവം എന്തെന്നറിയാമോ? ഓൾഡ് കവനന്റിലെ രാജാക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും ഈ ഒരു ശുശ്രൂഷയിൽ നിന്ന് തെറ്റിപ്പോയത് കൊണ്ട്, ഡിഫൈൽഡ് ആയതുകൊണ്ട് തമ്പുരാൻ വന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ പ്രവാചകനെ തിരഞ്ഞെടുക്കുന്നില്ല, ഞാൻ ന്യൂ കവനന്റ് അപ്പോസ്റ്റൽസ് ആൻഡ് ന്യൂ കവനന്റ് പ്രോഫറ്റ്സ് ആൻഡ് ന്യൂ കവനന്റ് പ്രീസ്റ്റ്. എന്തിനാ? ടു പ്രിപ്പയർ എ ബ്രൈഡ് ഫോർ ദ ബ്രൈഡ് ഗ്രൂം. ഓക്കെ, ഇത്രയും പറഞ്ഞത് ഞാൻ മനസ്സിലാക്കി വിചാരിക്കുന്നു. ഓക്കെ, കാരണം ഇവിടെ ഈ 10 പേരില് 5 പേര് ബുദ്ധിയില്ലാത്തവരാണ്, 5 പേര് ബുദ്ധിയുള്ളവരെ നമ്മൾ കണ്ടു. ഈ ബുദ്ധിയില്ലാത്തവര് അവർ എണ്ണയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം മുടങ്ങിപ്പോയോ? ഇല്ല. നീ വന്നില്ലെങ്കിലും കല്യാണം നടക്കും. അതിന്റെ ട്രൂത്ത് അതാണ്. കാരണം മാരേജിന് നിങ്ങളെ അല്ല കല്യാണം കഴിക്കാൻ വന്നത്. ഒരുങ്ങിയില്ല, നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ കല്യാണം കഴിക്കാനല്ല യേശു വരുന്നത്. കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു മണവാട്ടിയുണ്ട്. ആ മണവാട്ടിയെ ഒരുക്കിയിരിക്കുന്ന ഒരു 10 ബുദ്ധിയുള്ള കന്യകമാരുണ്ട്. ഈ 10 ബുദ്ധിയുള്ള കന്യകമാർ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാരാണ്. ഞാൻ കൂടുതൽ വിശദീകരിച്ച് ഇങ്ങനെ പോകുന്നില്ല. ഞാൻ വേഗത്തില് ഇതിനെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടെ പറയാൻ, അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യം. അപ്പൊ ബുദ്ധിയില്ലാത്ത കന്യകമാരാരെന്ന് കൂടെ മനസ്സിലാവും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഇവര് വിളക്കെടുത്തപ്പോൾ അവര് എന്ത് ചെയ്തു? വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല ബുദ്ധിയില്ലാത്തവർ. ബുദ്ധിയുള്ളവർ വിളക്കിനോടുകൂടെ പാത്രത്തിൽ എണ്ണ എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ
എല്ലാവരും മയക്കുമരുന്ന്. ശ്രദ്ധിക്കണം, ഈ അവിടെ ഒരു മാരേജിന്റെ ഒരു കൾച്ചറുണ്ട്, ഞാനത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വിവാഹ നിശ്ചയമുണ്ട്, വിവാഹത്തിന് ശേഷം നേരെ ഇവൻ മണവാള അവന്റെ വീട്ടിലേക്ക് പോകും, അവന്റെ അപ്പന്റെ ഭവനത്തിൽ ഒരു വീടുണ്ടാക്കും, മണവാട്ടിയെ തിരികെ വന്ന് ഇവിടെ വിവാഹം കഴിച്ച് ഇവിടെ നേരെ അവന്റെ അപ്പന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കുറെ ചടങ്ങുകൾ. ഒരു പ്രധാനമായിട്ട് മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ജൂയിഷ് മാരേജിലുള്ളത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും മണവാളൻ എപ്പോൾ വരുമെന്ന് അറിയാതെ, മണവാളൻ എന്തായാലും ഇന്നത്തെ പോലെ മൊബൈൽ ഇല്ല, വാട്സപ്പ് ഇല്ല, സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ സയൻസ് കൊടുത്തിരിക്കും, ഇന്ന സമയത്ത് ഇന്ന ചന്ദ്രൻ ഇങ്ങനെ കൊടുക്കും. പക്ഷെ ആ ഡേ മാത്രം അവർക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് എപ്പോൾ വരുമെന്ന് അറിയാത്ത ഇവരെന്ത് ചെയ്യുക, എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. അർദ്ധരാത്രിയിൽ എല്ലാവരും ഉറങ്ങിയെന്നേ, ബുദ്ധിയുള്ളവർ ഉറങ്ങി, ബുദ്ധിയില്ലാത്തവർ ഉറങ്ങി. അർദ്ധരാത്രി മണവാളൻ വന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. ഇപ്പോൾ ഒരു ആർപ്പുവിളി ഉണ്ടായപ്പോൾ എല്ലാവരും വന്നു. അപ്പോൾ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിൻ എന്ന് പറഞ്ഞു. ഈ എണ്ണ ഇവിടെ ചിലർ പറഞ്ഞു പകർച്ചയിൽ വിശ്വസിക്കുന്ന ഏത്, എന്നിൽ നിന്ന് ഒന്നുമില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട പെന്തക്കോസിനകത്ത് ഒരു കളിപ്പീരെന്ന് പറയുന്നത്, ഞാനിപ്പോ കൈവെക്കുമ്പോൾ നിന്റെ മേലെ ഇതൊരു പൊട്ടത്തരമാണ്, മണ്ടത്തരമാണ്, വിട്ടിത്തരമാണ്. ഒരാൾക്കും ഒരാളുടെ മേൽ അഭിഷേകം പകരാൻ പറ്റത്തില്ല. ഇത് മുഴുവൻ വല്ല മന്ത്രവാദം പകരാൻ പറ്റുമായിരിക്കും. പരിശുദ്ധാത്മാവിന് ക്രിസ്തുവിനല്ലാതെ മറ്റൊരാൾക്ക് ആത്മാവിനെ പകരാൻ പറ്റില്ല. ഇത് ഈ ആഫ്രിക്കൻ ഭൂതങ്ങളെല്ലാം കൂടെ ഇവിടെ വന്ന് കയറിയതാ പ്രിയപ്പെട്ടവരെ. ദയവ് ചെയ്ത് ആരുടെയും തലയൊക്കെ കൊണ്ട് കൈ വെക്കാതിരിക്കാമോ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ബോധം വരിക. ഈ വാക്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവർ ഈ ഉപദേശം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നിങ്ങളുടെ എണ്ണ കുറച്ച് ഞങ്ങൾക്ക് താ. അപ്പൊ അവർ ബുദ്ധിയുള്ളവർ, അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് തികയാതിരിക്കാൻ വേണ്ടി എന്തുവാ, ഞങ്ങൾക്ക് നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പം നിങ്ങൾ വിൽക്കുന്നവരെടുക്കും. അപ്പം ഇത് വിൽക്കാനും ആളുണ്ട്. അപ്പൊ പരിശുദ്ധമാനും വിൽക്കുന്ന കടയുണ്ടോ, വാങ്ങിക്കൊള്ളുവിൻ. അങ്ങനെ ആവശ്യമില്ലാത്ത ദുർവ്യാഖ്യാനങ്ങളൊന്നും പോകണ്ട. ഇതിനകത്ത് തീമെന്ന് പറയുന്നത്, ബുദ്ധിയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ഒരു കൂട്ടം ബ്രൈഡ് മേഡ്സ് ഉണ്ട്, ബുദ്ധിയില്ലാത്ത ഒരു ബ്രൈഡ് മേഡ്സ് ഉണ്ട്. അതായത് ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നിന്ന് ബോധമില്ലാതെ ജീവിച്ചവരും ബോധമുള്ളവരായിട്ട് ജീവിച്ചവരും. ഓക്കെ, ഇനി അവർ വാങ്ങുവാൻ പോകുമ്പോൾ മണവാളൻ വന്നു, ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു. ഒരുങ്ങിയവർ എന്ത് ചെയ്തു, കല്യാണത്തിന് പോയെന്നല്ല, കല്യാണ സദ്യക്ക്. അപ്പം ഈ ഒരുങ്ങിയിരുന്ന മണവാട്ടിമാരെ, ഈ കന്യാകുമാരെ എന്തിനാ കല്യാണ സദ്യക്കാ വിളിച്ചത്, കല്യാണത്തിനല്ല വിളിച്ചേക്കുന്നത്. വാ, എനിക്ക് വേദോസയിൽ ഒരുപാട് വാക്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. കല്യാണ സദ്യയിൽ ചെന്നു. ഓക്കെ, വാതിലടയ്ക്കുകയും ചെയ്തു. അതിനുശേഷം കുറെ കന്യമാർ വന്നു. മറ്റേ കന്യമാർ വന്നു, കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്തൊരു കഷ്ടമെന്ന് പറ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പൊ ഇത്രയും നാളും ഈ കന്യകമാര്, ശരി, ഇവർക്ക് എണ്ണ ഇല്ലായിരുന്ന ഒരു കുഴപ്പമുണ്ട്, എണ്ണ തീർന്നു പോയെന്നാ കുഴപ്പം, എണ്ണ ഇല്ലായിരുന്നല്ല. അപ്പൊ ഇവരെ അറിയുന്നില്ല എന്ന് പറയാം. അപ്പൊ നമ്മളിത് മനസ്സിലാക്കണമെങ്കിൽ ഈ വാതിൽ അടച്ചു, കയറ്റി വിടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, വി ഷുഡ് ലേൺ ദ ബൈബിൾ ഫ്രം ദ ബൈബിൾ. Go to Luke chapter 13 verse 22 onwards. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം മുതൽ. അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് യെരൂശലേമിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ ഒരുത്തൻ അവനോട്, കർത്താവേ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവനോ പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും, കഴിയില്ലതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. രക്ഷിക്കപ്പെടുന്നവർ ഇത് മലയാളത്തിൽ ഈ രക്ഷിക്കപ്പെടുക എന്നുള്ള വാക്കങ്ങ് മാറ്റിയിട്ട് രക്ഷപ്പെടുന്നവർ ചുരുക്കമോ, അതാ. കാരണം വരാൻ പോകുന്ന ജഡ്ജ്മെന്റ് ആണ്. ഈ ജഡ്ജ്മെന്റ് ഇന്ന് രക്ഷപ്പെടുന്നവർ ചുരുക്കമാണോ എന്ന് പറഞ്ഞ അർത്ഥം പറഞ്ഞു, ഇടുക്കുവാതിലാണ്, ഭയങ്കര ടഫാ. കണ്ടെത്തുന്നവരെ ചുരുക്കുവാ, കടക്കുന്നവർ അതിനേക്കാൾ ചുരുക്കുവാ. കഴിയില്ല എന്ന് പറഞ്ഞു. അടുത്തത് കഴിയുകയില്ലതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്തത്, വീട്ടുടയവൻ എഴുന്നേറ്റ് കതക് അടച്ച ശേഷം നിങ്ങൾ പുറത്തുനിന്ന് കർത്താവെ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കതകിന് മുട്ടിത്തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്നു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും. അന്നേരം നിങ്ങൾ, ഇത് ശ്രദ്ധിക്കണേ, നമ്മൾ നേരത്തെ വായിച്ച ഉപമയുമായിട്ട് ഇതിനൊരു ബന്ധമില്ലേ? കന്യകമാർ വാതിലടച്ചു, ഉടമസ്ഥൻ വീട്ടുടയവൻ. ആരാ ഈ വീട്ടുടയവൻ? ഈ ഉപമയ്ക്കകത്ത് മണവാളനാണ്. ക്രൈസ്റ്റ് വാസ് ദ ഓണർ ഓഫ് ദിസ് ഹൗസ്. ഹി ക്ലോസ് ദ ഡോർ for the foolish virgins. അപ്പൊ ഇവിടെ പറയുന്ന നോക്കിയേ, വാതിലടച്ച ശേഷം വാതിൽ വന്ന് തുറന്ന് തട്ടുമ്പോൾ നിങ്ങൾ എവിടെ നിന്നു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് മീനിങ്? നിങ്ങൾ എവിടെ നിന്ന്, നിങ്ങളുടെ ഫെയ്ത്ത് എന്താ, നിങ്ങൾ എവിടെ നിന്ന് വന്നു, ഫ്രം വേർ യു കെയിം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ രക്ഷ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത് എവിടെ നിന്ന് എനിക്ക് അറിയുന്നില്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് അവർ പറയുന്നൊരു വാചകമുണ്ട് കേട്ടോ. അവനോ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ലെന്ന് നിങ്ങളോട് പറയുന്നു. അനീതി പ്രവർത്തിക്കുന്നവരെ ഏവരുമേ എന്നെ വിട്ട്. അനീതി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ
the people of lawlessness. It is talking with the people of the covenant. Lawlessness. അനീതി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തെ അനുസരിക്കാതെ, ന്യായപ്രമാണത്തെ കീപ്പ് ചെയ്യാതെ, പ്രമാണത്തെ അനുസരിക്കാതെ ജീവിച്ചിരുന്ന, ന്യായപ്രമാണത്തെ ജീവിച്ച ആളോട് പറയാ, അനീതി പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ. അപ്പൊ ഇത് ആരോട് സംസാരിക്കുക? അപ്പം വാതിലിന്റെ പുറത്ത് നിൽക്കുന്ന ആരാ? അനീതി പ്രവർത്തിക്കുന്നവർ. അനീതി പ്രവർത്തിക്കുന്ന പറഞ്ഞാൽ എന്താ? ന്യായപ്രമാണത്തെ കീപ്പ് ചെയ്യാത്തവർ. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ വീടിനകത്ത് പോയവരാരാ? കന്യകമാർ, ബുദ്ധിയുള്ളവർ. അതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത്. ഞാൻ സിയോൻ പർവ്വതം കണ്ടു, കുഞ്ഞാടിനെ കണ്ടു, കുഞ്ഞാടിന്റെ അടുക്കൽ, അതായത് യേശുവിന്റെ നാമവും പിതാവിന്റെ നാമവും നെറ്റിയിലുള്ള 1,44,000 പേരെ എവിടെ കണ്ടു? സിംഹാസനത്തിന് മുമ്പിൽ, ജീവികളുടെ നടുവിൽ. അതിന്റെ അർത്ഥം ദേ ആർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ബട്ട് ദ പീപ്പിൾ ദോസ് ഹു ആർ ലോസ്ലെസ്നെസ്സിലായിരുന്ന ആളുകൾ, ദേ ആർ ഔട്ട് ഓഫ് ദി ഡോർ. ദ ഡോർ വാസ് ഷട്ട്. വാതിലടച്ചു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആരെയെ പുറത്തിട്ടടച്ചു? ശ്രദ്ധിച്ചു നോക്കും. ഏവരുമേ എന്നെ വിട്ടുപോകുമെന്ന് പറഞ്ഞു. അതായത് അനീതി പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടുപോകുമെന്ന് പറഞ്ഞു. അവിടെ അബ്രഹാമിനോടും ഇസഹാക്കിനോടും സകല പ്രവാചകന്മാരോടും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും അതായത് അവിടെ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബും സകല പ്രവാചകന്മാരോടും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്ത് തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. എന്റെ അർത്ഥം എന്താ? അകത്ത് കുറച്ച് പേര് നിങ്ങളെ പുറത്ത് കളയും, നിങ്ങൾ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ദ സെയിം തിങ് വി ക്യാൻ സീ ദാറ്റ് ഇൻ ദ ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 8 വേഴ്സ് 12. അബ്രഹാമിനോട് ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ പന്തിയിലിരിക്കും, രാജ്യത്തിന്റെ പുത്രന്മാരെ പുറത്തു തള്ളിക്കളയും. അപ്പം എന്താ ഇതിനകത്ത് അർത്ഥം? കർത്താവായ യേശു ക്രിസ്തുവിനെ ആത്മാവിനെ സ്വീകരിച്ച് ആത്മാനിയോഗത്തോടെ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ആദ്യകാലത്ത് ആദ്യഫലമായി തെരഞ്ഞെടുക്കപ്പെട്ട 12 ഗോത്രങ്ങളിലുള്ള വിശുദ്ധന്മാർ, ലോകമെമ്പാടുമുള്ള ആദ്യഫലമായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ കന്യകമാർ, they prepared a bride. Who is that bride? The Israel. The new covenant Israel. ഇത് മുഴുവൻ പിക്ചറാ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതിനകത്ത് അവരില്ലേ, ഇവരില്ലേ? ഓ, it's talking about the covenant. It's talking about the covenant. New covenant. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും സുവിശേഷകന്മാരെയും ഇടയന്മാരെയും ഉപദേഷ്ടാക്കന്മാരുണ്ട്. ക്രിസ്തു എന്ന പോലെ തലയോളം വളർത്തിക്കൊണ്ടുവന്ന മണവാട്ടി സഭയെ വെടിയാൻ വേണ്ടി മണാറിയയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി എണ്ണ കരുതി വെച്ച ബുദ്ധിയുള്ള കന്യകമാർ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാരാണ്. അപ്പോൾ പുറത്തേക്ക് തള്ളപ്പെട്ട് വാതിലിന് വെളിയിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ കർത്താവേ എന്ന് പറയുമ്പോൾ അനീതിയുള്ളവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് പറഞ്ഞെങ്കിൽ, who is that fellows? They are the old covenant priests, the old covenant kings, old covenant prophets, and old covenant ministers. They're living in lawlessness. Amen. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞില്ലേ, കുടിയാന്മാരെ നീക്കി അവൻ രാജ്യം ആർക്ക് കൊടുക്കും? ഫലം കൊടുക്കുന്ന മറ്റൊരു ജാതിക്ക് കൊടുക്കും. കുടിയാന്മാരെ നീക്കിക്കളയും, അവർ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ദാറ്റ് മീൻസ് ഈ ബുദ്ധിയില്ലാത്ത ഈ കന്യകമാർ ഓൾഡ് ടെസ്റ്റ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഭയെ പ്രിപ്പയർ ചെയ്യാതെ നിയമമനുസരിച്ച് നിയമലംഘനം നടത്തി പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന ഓൾഡ് കവനന്റ് പ്രീസ്റ്റ്, സ്ക്രൈബ്സ്, ഹൈ പ്രീസ്റ്റ് ആൻഡ് എവരിവൺ, അന്നത്തെ കാലത്തെ മതത്തിന്റെ നേതാക്കന്മാർ, ദേ വെർ നോട്ട് പ്രിപ്പയറിംഗ് എ ബ്രൈഡ് ഫോർ ക്രൈസ്റ്റ്. ദേ വെർ നോട്ട് വൈസ്. അവർ കിടന്നുറങ്ങി, എണ്ണയും കരുതിയില്ല. കാരണം അവരുടെ വിചാരം അവർക്ക് എണ്ണയ്ക്ക് പകരം എന്തോ കയ്യിലുണ്ടെന്ന്. Nothing. They are the foolish virgins, the old covenant people. ഓൾഡ് കവനന്റ് പീപ്പിൾ എന്ന് പറയത്തില്ല, ആ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മതപുരോഹിതന്മാർ, ആ പഴയ കുടിയാന്മാരാണ് വാതിൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്ന ആ ആളുകൾ. ഇടുക്ക് വാതിലൂടെ കടന്നു പോകാൻ ശ്രമിക്കാത്തവർ, വിശാലമായ വാതിലിന് യാത്ര ചെയ്തവർ, അനീതി പ്രവർത്തിച്ചവർ, അവരാണ് ഈ ബുദ്ധിയില്ലാത്ത കന്യകമാർ. ബുദ്ധിയുള്ള കന്യകമാരാണ്? കർത്താവിന്റെ ആത്മാവിൽ നിറഞ്ഞ് പുത്രന്മാർ, പുത്രിമാർ, ബാല്യക്കാർ, യൗവനക്കാർ, വേലക്കാർ, വൃദ്ധന്മാർ, എല്ലാവരും. They were preaching, they were prophesying, they were preparing for the new covenant reality. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒറ്റ വാക്കിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യാം, കൂടുതൽ ഇങ്ങനെ തർക്കിപ്പിക്കുന്നില്ല. ഇവിടെ 10 virgins are the bridesmaids. They're the ministers of the bride. They were preparing bride. But unfortunately, half of them, they don't have oil. Excess oil. അധികമായിട്ട് എണ്ണയില്ല. ഉണ്ടായിരുന്നവരവളൊക്കെ.
പക്ഷെ ദേ കുഡ് നോട്ട് റിസീവ്, അവർക്കത് സ്വീകരിക്കാൻ പറ്റിയില്ല, കരുതിയില്ല. എന്റെ അർത്ഥം എന്താ? ദ ലിവിങ് ഇൻ ദ ലോലെസ്നെസ്. അവരെ പുറത്തു കളഞ്ഞു. വാതിൽ മുട്ടി തുറക്കണമെന്ന് പറഞ്ഞു. നോ, നിങ്ങളെ അറിയുന്നില്ല, നിങ്ങൾ എവിടെ നിന്നൊന്നും അറിയുന്നില്ല, പുറത്തു പോകാൻ പറഞ്ഞു. അബ്രഹാമിനോട് ഇസ്ഹാക്കിനോട് യാക്കോബിനോട് അവർ പന്തിക്കിരിക്കുമ്പോൾ നിങ്ങളെ ഇരുട്ടിലേക്ക് നിങ്ങൾ തള്ളിക്കളയും, അവിടെ കരച്ചിലും ബലിയും. അത് രാജ്യത്തിന്റെ പുത്രന്മാരാണ്. അങ്ങനെയാണെങ്കിൽ ഈ വയസ്സല്ലാത്ത, ബുദ്ധിയില്ലാത്ത കന്യകമാർ രാജ്യത്തിന്റെ പുത്രന്മാരാണ്. ആ പഴയ നിയമ രാജ്യത്തിനകത്തെ മതനേതാക്കന്മാരാണ്, പണ്ഡിതന്മാരാണ്, വേദശാസ്ത്രികളാണ്, പുരോഹിതന്മാരാണ്. അവരെ തള്ളിക്കളഞ്ഞു. കർത്താവിന്റെ ശുശ്രൂഷയിൽ പുതുനിയമത്തിന്റെ സത്യം പ്രാപിച്ച അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ശുശ്രൂഷകന്മാർ പന്തിയിലിരിക്കുന്നു. ദൈവപുത്രന്റെ വിവാഹം നടക്കുന്നു. ന്യൂ കവന്റ് എസ്റ്റാബ്ലിഷ്ഡ്. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു, ഇത് എപ്പോൾ സംഭവിച്ചു? ഇസ് ഓൾറെഡി ഹാപ്പൻഡ്. ഓൾറെഡി എപ്പോൾ സംഭവിച്ചു? വിവാഹം എന്നാ സംഭവിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 22 വായിക്കണം, മലയാളികൾ വായിക്കണം. 22 പോയി വായിക്കണം. മത്തായി 22. രാജാവിന്റെ പുത്രന് വേണ്ടി ഒരു കല്യാണം, ക്ഷണിക്കപ്പെട്ടവർ വന്നില്ല. അവസാനം ശുശ്രൂഷകന്മാരെ അയച്ചിട്ട് വീണ്ടും വിളിച്ചു, അവർ വന്നില്ല. ഓരോ ഒഴിവുകഴിവുകൾ പറഞ്ഞു. പക്ഷെ ഒടുവിൽ രാജാവ് ദേഷ്യം വന്ന്, കോപം വന്ന് ആ വ്യക്തികളെ നിഗ്രഹിക്കുകയും അവരുടെ പട്ടണത്തെ ചുട്ടുകളയുകയും ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കണം, യെരൂശലേം AD 70 ചുട്ട് നശിക്കുമ്പോൾ, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പൊളിയുമ്പോൾ, ആ ക്ഷണിക്കപ്പെട്ട ആളുകൾ തിരസ്കരിക്കപ്പെട്ടവരെ കൊന്നു മുടിക്കുമ്പോൾ, what is the scene behind it? എന്താ അതിന്റെ പശ്ചാത്തലം? The wedding of the Son of God. അത്ര ക്ലിയർ ആയിട്ടാ ബൈബിൾ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഐ നോ ദാറ്റ് ഇതിനകത്ത് ബഹുഭൂരിപക്ഷം ആളത് വിശ്വസിക്കത്തില്ല. കാരണം നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ നിങ്ങളുടെ മനസ്സിനെ ഇരുള് കീഴടക്കിയിരിക്കുക. യു ഡോണ്ട് ബിലീവ് ദാറ്റ്. നിങ്ങൾ ഇന്നും അത് ഫ്യൂച്ചർ, ഇറ്റ് വിൽ നെവർ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഐ വോണ്ട് ടു ഫിനിഷ് നമ്പർ. ഒറ്റ കാര്യം നടത്തപ്പോ, വൈ മാരേജ്? മാരേജ് എന്തിന്? ആദമിനെ ഹൗവയും തമ്മിൽ ദൈവം ഒരുമിപ്പിച്ചു. അത് ക്രിസ്തുവിന്റെ സഭയ്ക്ക് നിഴലെന്ന് പറയുന്നുണ്ട് അല്ലേ? ക്രിസ്തുവിനെ അവന്റെ സഭയെ കുറിച്ച് എത്ര പറഞ്ഞു? ആദം ഹൗവയും. ഫോർ വാട്ട്? അവർ ഇരുവരും 2 ദേഹം, ഒരു ദേഹം അത്രേ. ആദമിനോട് ഹൗവയോട് എന്തെങ്കിലും പറയുന്നത്, നിങ്ങൾ ഭൂമിയിലൊക്കെ പോയി പെറ്റ് പെരുകുകയും, റിപ്ലനിഷ്, ഇൻക്രീസ്, വർദ്ധിക്കുക. എന്തിനാ വർദ്ധിക്കേണ്ടത്? ഫോർ വാട്ട്? മാരേജ്. മാരേജ് ഈസ് ഫോർ ജനറേഷൻസ്. ഐ വാണ്ട് ടു ടെൽ യു, we are the children of God. We are not the bride of Christ. We are not the 10 virgins. നമ്മൾ 10 കന്യകമാരിൽ പെട്ടവരല്ല, നമ്മൾ മണവാട്ടിയിൽ പെട്ടവരുമല്ല. നമ്മൾ യേശു ക്രിസ്തു അന്ന് നടന്ന വെഡിങ്ങിൽ ഉണ്ടായി വന്ന ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്താൽ ജനിച്ച പുത്രന്മാരത്രേ നമ്മൾ. അപ്പം യേശു സ്ഥാപിച്ച ആ ഉടമ്പടിയിലെ വിവാഹത്തിലെ മക്കളാണ് നമ്മൾ. We are not the bride of Christ. We are not കാന്തയുമല്ല, കാന്തനുമല്ല, കാന്തവുമല്ല. You are a child of God because of the new covenant. So get ready. Get out of this all nonsense and errors. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കന്യകയല്ല, നിങ്ങൾ ബുദ്ധിയുള്ള കന്യകയുമല്ല. It's not talking about you. It's talking about the first century ministers of God. It's happened already. Wedding has already happened because the context of wedding, the context of the destruction of that city is the marriage of the Lamb of God. I hope you got it. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമാണ് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ ഇത് വേണമെങ്കിൽ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഞാനൊന്ന് വിടുന്നു. കൂടുതൽ നിങ്ങൾക്കറിയാൻ താല്പര്യം നിശ്ചയമായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ വരിക. മാന്യമായ നിലയിൽ നിങ്ങൾക്ക് അതിന്റെ കമന്റ് ഇടാം. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ. അടുത്തൊരു വീഡിയോ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാൻ വരെ സർവശക്തൻ തന്റെ കൃപയിൽ എല്ലാവരെയും മറക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.